കഴിഞ്ഞു. ഓണപരീക്ഷയുടെ മൂന്നാമത്തെ പാഠത്തിലേക്കാണ് നമ്മളിപ്പോൾ കിടക്കുന്നത്. 2 പാഠം പഠിച്ചു. ആ 2 പാഠത്തിൻ്റെയും നോട്ട്സ് തയ്യാറാക്കി ഓഫീസിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. കൃത്യമായിട്ട് വന്ന് വാങ്ങിക്കൊള്ളണം. അതിലൊരു പാഠത്തിൻ്റെ നോട്ട്സ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരികയും ചെയ്തു. ഇനി നമ്മൾ മൂന്നാമത്തെ പാഠത്തിലേക്ക് കിടക്കുകയാണ്. മൂന്നാമത്തെ പാഠം ഒരു ലെറ്റർ റൈറ്റിംഗ് ആണ്. എങ്ങനെയാണ് നമ്മളൊരു ലെറ്റർ തയ്യാറാക്കേണ്ടത്, അത് എങ്ങനെയുള്ള ലെറ്റർ, ഗവൺമെൻറ് ഒഫീഷ്യൽ ലെറ്റർ, സർക്കാരി പത്രവ്യവഹാരം എന്നാണ് അത് അറിയപ്പെടുന്നത്. ഗവൺമെൻറ് കത്തിടപാടുകൾ, ആ ഗവൺമെൻറ് കത്തിടപാടുകളെ കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ തുടക്കമിടുന്നത്. നോക്കിക്കോളേൻ, പുസ്തകം കയ്യിലുള്ളവർ പേജ് നമ്പർ 15, सूचना का अधिकार अधिनियम. എന്താണ് സൂചനാ കാ അധികാർ അധിനിയമം? വിവരാവകാശ കമ്മീഷൻ, വിവരാവകാശ നിയമം, അതാണ് നമ്മൾ പറയുന്നത്. സൂചനാ കാ അധികാർ അധിനിയമം. ഭാരതത്തിൽ നടക്കുന്ന ഏത് കാര്യങ്ങളും, എല്ലാ കാര്യവും പറ്റൂല, 2-3 കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് എന്തൊക്കെയാണോ നമുക്കറിയേണ്ടത്, ആ അറിയേണ്ടതിന് നമ്മളൊരു നിശ്ചിത ഫീസ് അടച്ച് സർക്കാരിന് കൊടുക്കുകയാണെങ്കിൽ നമുക്കതിൻ്റെ വിവരം നമുക്ക് കിട്ടും. അതാണ് സൂചനാ കാ അധികാർ അധിനിയമം. വിവരാവകാശ അറിയുവാനുള്ള നിയമം. നമുക്ക് എന്തും അറിയാം. അപ്പൊ നിങ്ങൾ +1 ആപ്ലിക്കേഷൻ കൊടുത്തു, ഫുൾ A+ ആയിരുന്നു. പക്ഷേ ഫസ്റ്റ് അലോട്ട്മെന്റ് അല്ലെങ്കിൽ ട്രയൽ അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് പേരൂർക്കടയോ അല്ലെങ്കിൽ പട്ടത്തോ ആയിരിക്കാം. എന്തുകൊണ്ട് നിങ്ങൾക്കത് സംഭവിച്ചു എന്ന് നിങ്ങൾക്ക് തിരക്കാൻ, നിങ്ങളുടെ ആ വിവരങ്ങൾ ശേഖരിക്കാൻ നിങ്ങൾ വിവരാവകാശ കമ്മീഷനിൽ ഒരു ലെറ്റർ കൊടുത്താൽ അതിൻ്റെ കാര്യകാരണ സഹിതം നിങ്ങൾക്ക് മനസ്സിലാക്കി തരും. അതാണ് സൂചനാ കാ അധികാർ അധിനിയമം. മനസ്സിലായല്ലോ? അടുത്ത് പത്രവ്യവഹാർ, ലെറ്റർ കറസ്പോണ്ടൻസ്. ഇതൊന്ന് ലെറ്റർ കറസ്പോണ്ടൻസ് നോക്കിക്കോളൂ. ഭാരത് ഏക്ക് ലോകതാന്ത്രിക് ദേശിക, ലോകതാന്ത്രിക് വ്യവസ്ഥാമയും, പുസ്തകം ഇല്ലാത്തവർ ശ്രദ്ധിച്ചോളാം, ശ്രദ്ധിച്ചിരുന്നാൽ മനസ്സിലാകും. വ്യവസ്ഥാമയും जनसाधारण देश का असली मालिक है, मालिक होता है। मालिक होने के नाते जनता को यह जानने का हक है कि जो सरकार उसकी सेवा के लिए बनाई गई है वो क्या है, कहाँ और कैसे कर रही है। भारत एक ലോകതാന്ത്രിക ദേശികേ, ഭാരതം എങ്ങനെയുള്ള രാഷ്ട്രമാണ്? ഒരു ലോകതാന്ത്രിക, ഒരു ജനാധിപത്യ രാഷ്ട്രമാണ്. അപ്പൊ ഭാരതം ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമാണ്. അപ്പൊ ഭാരതേക്ക് ലോകതാന്ത്രിക ദേശിക. ലോകത്തെ വളരെ 1-2 രാജ്യങ്ങളേ ഉള്ളൂ ജനാധിപത്യം ഉള്ളത്. അതില് ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രം ഇന്നും 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് മുതൽ 2020 വരെയും ജനാധിപത്യത്തിന് ഒരു കോട്ടവും തട്ടാതെ നിലനിന്നു പോകുന്ന ഒരു ദേശമാണ് ഭാരതം. അതുകൊണ്ടാണ് ഭാരതേക്ക് ലോകതാന്ത്രിക ദേശിക എന്ന് പറയാൻ കാരണം. ഭാരതം ഒരു ജനാധിപത്യ രാഷ്ട്രമാണ്. ലോകതാന്ത്രിക വ്യവസ്ഥാമേ, ജനാധിപത്യ വ്യവസ്ഥയില് ജനസാധാരണയ്ക്ക്, എന്താണ് ജനസാധാരണ? ആം ജനത, പബ്ലിക് എന്നർത്ഥം. സാധാരണ ജനങ്ങള്, അവർക്കാണ് ദേശിക അസലി മാലിക് ഹോത്താകെ, രാജ്യത്തിന്റെ
യഥാർത്ഥ മാലിക്, രാജ്യത്തിന്റെ, ഭാരതത്തിന്റെ യഥാർത്ഥ ഉടമസ്ഥ അവകാശം ആം ജനതാക്കോ ഹോത്താകെ പബ്ലിക്കിനാണ്, സാധാരണ ജനതയ്ക്കാണ്, സാധാരണ ജനങ്ങളാണ് ഒരു ജനാധിപത്യ രാഷ്ട്രത്തിന്റെ ഉടമകള്, ഉടമസ്ഥർ, യഥാർത്ഥ ഉടമസ്ഥർ. മാലിക് ഹോനേക്കെ നാത്തെ, ഉടമസ്ഥരായ കാരണത്താൽ ജനതാക്കോ യഹ് ജാന്നേക്ക, ജനങ്ങൾക്ക് ഇതറിയുവാനുള്ള, ജനതാക്കോ യഹ് ജാന്നേക്ക ഹക്ക് ഹേ, ഹക്ക് അവകാശം, കുറിച്ച് വെച്ചോളണം, അവകാശമുണ്ട് അവർക്ക്. അതിന്റെ ഹക്ക് ഹേ കി जो सरकार उसकी सेवा के लिए बनाई गई है, ഏത് ഗവൺമെന്റ് ആണോ ജനങ്ങൾക്ക് വേണ്ടി എന്തൊക്കെയാണോ ചെയ്യപ്പെടുന്നത്, വഹിക്കാകെ അതെന്താണ്, കഹാ ഒരു കൈസേ കർറകീക, എവിടെ എപ്രകാരം ചെയ്യുന്നു, ഇതറിയുവാനുള്ള അവകാശം. അതാണെന്തോന്ന്? വിവരാവകാശം. അറിയുവാനുള്ള അവകാശം നമുക്കുണ്ട്. ഓണത്തിന് നമുക്കൊക്കെ റേഷൻ കടകൾ വഴി ഓണക്കിറ്റ് കിട്ടി. കിറ്റ് അഴിച്ചു നോക്കിയപ്പോ ശർക്കര മോശപ്പെട്ട അവസ്ഥയിൽ. അറിയുവാനുള്ള അവകാശമുള്ളത് കൊണ്ട് ഏതോ ആൾക്കാര് വിവരാവകാശ നിയമമനുസരിച്ച് അതിനെക്കുറിച്ച് തിരക്കിയപ്പോഴാണ് മനസ്സിലായത് നിരോധിക്കപ്പെട്ട ശർക്കരയാണ് പല കിറ്റുകളിലും ഉണ്ടായിരുന്നത്. അപ്പൊ വിവരാവകാശ നിയമം ഇല്ലായിരുന്നുവെങ്കിൽ നമ്മളത് അറിയുമായിരുന്നോ? ഇല്ല, അറിയില്ലായിരുന്നു. അപ്പൊ ഏത് കാര്യം അറിയാനും വിവരാവകാശ നിയമത്തിലൂടെ നമുക്കറിയാൻ സാധിക്കുന്നു. ടോങ്കി എന്തുകൊണ്ട്? നമ്മളാണ് ഭാരതത്തിന്റെ ഉടമസ്ഥര്. ഭാരതം ഒരു ജനാധിപത്യ രാഷ്ട്രമാണ്. ജനാധിപത്യ രാഷ്ട്രത്തില് ജനങ്ങൾക്കാണ് അധികാരവും അവകാശവും. എന്തും അറിയുവാനുള്ള അവകാശം നമുക്കുണ്ട്, ഏതും അറിയുവാനുള്ള അവകാശം നമുക്കുണ്ട്. അവിടെ ചെന്ന് നേരിട്ട് കയറി ചോദിക്കാൻ പറ്റില്ല. പകരം ഒരു കത്തിലൂടെ നമ്മൾ അറിയണം. അത് നമ്മൾ താഴോട്ട് പഠിക്കും. ഇതാണ് സൂചനാക്ക അധികാർ അധിനിയമ, വിവരാവകാശ നിയമം. ആ വിവരാവകാശ നിയമം നമ്മളൊക്കെ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അതനുസരിച്ച് നമ്മളൊരു പത്രവ്യവഹാർ, ലെറ്റർ കറസ്പോണ്ടൻസ് നമ്മൾ തയ്യാറാക്കണം. എങ്ങനെ തയ്യാറാക്കുമെന്നാണ് ഇപ്പൊ നമ്മൾ നോക്കുന്നത്. ഇനി ഹക്ക് ഹേ കി ജോ സർക്കാർ ഉസ്കി സേവാ കേ ലിയേ ബനായി ഗയി ഹേ വോ ഭി ക്യാ ഹേ, എന്താണ് വിവരാവകാശം? കഹാ, എവിടെ നിന്നാണ് നമുക്ക് ഈ അവകാശം കിട്ടുന്നത്? അവർ കൈസേ കർ രഹി ഹേ, എപ്രകാരമാണ്? അപ്പൊ നിങ്ങൾക്ക് അതിനുള്ള അവകാശമുണ്ട്, അധികാരമുണ്ട്. ക്യോങ്കി ഹം ലോഗ് ഭാരതീയ ഹേ, ഭാരതേക്ക് लोकतांत्रिक देश है. लोकतांत्रिक देश होने के नाते, होने के कारण എന്താണ്? होने के कारण हम നമ്മളെല്ലാവരും അസലി മാലിക് ഹേ, ഭാരതിക്ക് അസലി മാലിക് ഹേ, ഭാരതത്തിലെ അസലി മാലിക്കാണ്. മാലി होने के नाते जनता को एक जानने का हक है कि जो सरकार उसकी सेवा के लिए बनाई गई है. എന്താണ് ആ നിയമം? ഏതാണ് ആ നിയമം? എന്താണ് ആ നിയമം? ഏതാണ് ആ നിയമം? വഹി ക്യാ ഹേ, കഹാ और कैसे कर रही है. മനസ്സിലായോ? മനസ്സിലായെങ്കിൽ പറയണം. അടുത്ത് 2005 में देश की संसद ने एक कानून पारित किया जो सूचना का अधिकार अधिनियम 2005 के नाम से जाना जाता है. इस अधिनियम में व्यवस्था की गई है कि किस प्रकार नागरिक सरकार से सूचना मांगेंगे और किस प्रकार सरकार जवाबदेह होगी. കണ്ട,
2005 में 2005 2005 ദേശിക്ക് സംസദിനെ സംസദ് അടിക്ക് വരേക്കോളാം. ഇംഗ്ലീഷ് ചോദിക്കും, ഹിന്ദി എഴുതാൻ, അല്ലെങ്കിൽ ഹിന്ദി ചോദിക്കും, ഇംഗ്ലീഷ് എഴുതാൻ, അതുമല്ലെങ്കിൽ ചേരുംപടി ചേർക്കാൻ മിലാൻ കരോ എന്ന് പറഞ്ഞ് പരീക്ഷയ്ക്ക് ചോദിക്കും. സംസദ് ഇംഗ്ലീഷിൽ എന്തോന്ന് എഴുതും? പാർലമെന്റ്. സംസദ് പാർലമെന്റ് കുറിച്ച് വെച്ച സംസദ് പാർലമെന്റ്. ഇനി അതിന്റെ താഴെ തന്നെ ഒന്നുകൂടെ കുറിക്കണം. സംസദ് സദസ്യ, സംസദ് സദസ്യ, മെമ്പർ ഓഫ് പാർലമെന്റ്. സംസദ് സദസ്യ, മെമ്പർ ഓഫ് പാർലമെന്റ്, പാർലമെന്റ്. ഇനി 2005 में 2005 देश की संसद ने राज्य पार्लियामेंट एक कानून ഒരു നിയമം കാനൂൻ നിയമം പാലിക്കുക പാസാക്കി എടുത്തു. ആ നിയമത്തെയാണ് സൂചനാധികാര അധിനിയമ വിവരാവകാശ നിയമം 2005. അതാണ് विवरावकाश नियमम 2005. सूचना का अधिकार अधिनियम के नाम से जाना जाता है. इन्फॉर्मेशन ഏത് ഇൻഫർമേഷനും ഏത് വിവരവും നമുക്ക് കിട്ടുന്നു. അതാണ് സൂചനാ का अधिकार अधिनियम नाम से जाना जाता है. इस अधिनियम में ഈ अधिनियमത്തില് ഈ अधिनियम में व्यवस्था की गई है कि किस प्रकार ഏത് തരത്തില് നാഗരിക പൗരന്മാര് സർക്കാരിൽ നിന്ന് സൂചന മാംഗേങ്കി. സൂചന इंफॉर्मेशन सूचना मांगेंगे और किस प्रकार ഏത് തരത്തില് സർക്കാർ ജവാബ് ദേഹോगे മറുപടി തരും. നമ്മൾ അങ്ങോട്ട് വിവരാവകാശ നിയമത്തിലൂടെ നമ്മുടെ ഡിമാൻഡ് നമുക്കറിയാനുള്ളതിന് നമ്മൾ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുന്നു. ആപ്ലിക്കേഷൻ കൊടുത്താൽ 3, 7 അല്ലെങ്കിൽ 15 ദിവസത്തിനകത്ത് നമുക്ക് എന്ത് കിട്ടണം? മറുപടി കിട്ടണം. നമുക്ക് മറുപടി കിട്ടണം. അതാണ് അതെങ്ങനെ എപ്രകാരമായിരിക്കണം. സർക്കാർ ജവാബ് ദേഹോगे. അടുത്ത सूचना का अधिकार अधिनियम हर नागरिक को अधिकार देता है कि वह सरकार से कोई भी सवाल पूछ सके या कोई भी सूचना ले सके. किसी भी सरकारी दस्तावेज की प्रमाणित प्रति ले सके. किसी भी सरकारी दस्तावेज की जांच कर सके. किसी भी सरकारी काम की जांच कर सके. किसी भी सरकारी काम में इस्तेमाल सामग्री का प्रमाणित नमूना ले सके. लेकिन इस नियम में सैन्य बल करने सीबीआई जांच जारी रखने वाले मामले विदेशी सरकारों से रखने वाले मामले विदेशी सरकारों से विश्वास के नाते प्राप्त तथा मान्य व्यक्ति के उपचार और बीमारी से जुड़ी सूचनाएं प्रदान करने से इनकार किया जा सकता है. എന്താണ് വിവരാവകാശം? ഏതാണ് വിവരാവകാശം? सूचना का अधिकार अधिनियम हर नागरिक को अधिकार देता है कि നമുക്ക് അധികാരം തരുന്നു. സൂചന का अधिकार अधिनियम हर नागरिक को ഓരോ പൗരനും ഓരോ പൗരനും അധികാരം തരുന്നു. വക സർക്കാർ സേ ഗവൺമെന്റിൽ നിന്ന്
ഗവൺമെന്റിൽ നിന്ന് കോയി ബി സവാൽ, ഏത് പ്രശ്നവും ഏത് ചോദ്യവും നമുക്ക് പൂച്ച് സഖേ ചോദിക്കാൻ. യാ കോയി ബി സൂചന, ഏത് സൂചനയും നമുക്ക് ലേ സഖേ എടുക്കാം. കിസി ബി, ഏതെങ്കിലും സർക്കാരി ദസ്താവേസ് ഡോക്യുമെന്റ് അധികാര പത്രങ്ങള്, ആ പ്രമാണ ഡോക്യുമെന്റ് ദസ്താവേസിക്ക് ഏതെങ്കിലുമൊക്കെ ഡോക്യുമെന്റിന്റെ പ്രമാണിത പ്രതി തെളിവോടുകൂടിയ കോപ്പി ലേ സഖേ നമുക്ക് എടുക്കാം. കിസി ബി സർക്കാരി ദസ്താവേസിക്ക് ഏത് ഡോക്യുമെന്റ് ആണെങ്കിലും ജാഞ്ച് കർ സഖേ, അതെടുത്ത് നമുക്ക് പരിശോധിക്കാം. ജാഞ്ച് കർ സഖേ കിസി ബി സർക്കാരി കാംകി, ഏത് തൊഴിലും നമ്മളിപ്പോ വാർത്തയിലൊക്കെ കാണുന്നു, പത്രത്തിലൊക്കെ കാണുന്നു, PSC നിയമനങ്ങള് പലയിടത്തും വേക്കൻസി ഉണ്ടായിട്ട് കൂടി നിയമനങ്ങൾ കിട്ടുന്നില്ല. അത് വിവരാവകാശ നിയമത്തിലൂടെ എഴുതി ചോദിച്ചപ്പോഴത്തേക്കാണ് നമുക്കിത് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പൊ വിവരാവകാശ നിയമം കൊണ്ടുണ്ടാകുന്ന നേട്ടങ്ങളാണ് ഈ പറയുന്നത്. ഇസ്തേമൽ സാമഗ്രിക, പ്രമാണിത നമൂനെ, തെളിവോടുകൂടിയ മോഡൽ, ഉദാഹരണങ്ങള് നമുക്ക് ലേസൊക്കെ എടുക്കാം. ലേക്കിൻ എന്നാൽ എല്ലാം കയറി എടുക്കാൻ പറ്റൂല. ചിലതിനൊക്കെ ചില നിയമങ്ങളൊക്കെ ഉണ്ട്. എന്താണ് ചില നിയമങ്ങള്? ഒന്ന്, സൈന്യബലം, നമ്മുടെ സൈന്യബലം, മിലിറ്ററി ഫോഴ്സ്, നമുക്ക് വിവരം തിരക്കാനേ പറ്റില്ല. CBI ജാഞ്ച്, ശാരീരികമായ മാമല്, CBI അന്വേഷിക്കുന്ന കേസുകൾ, വിദേശി സർക്കാരോസെ, വിദേശ ഗവൺമെന്റുകളിൽ നിന്ന് വിശ്വാസക്കെ നാത്തെ, വിശ്വാസത്തിലൂടെ പ്രാപ്തത, മാന്യ വ്യക്തിക്ക്, ആദരണീയായ വ്യക്തികളുടെ ഉപചാർ, അവരുടെ ചികിത്സ, അവർ ബീമാരീസെ, രോഗങ്ങളുമായി ബന്ധപ്പെട്ട സൂചന. ഇപ്പൊ പ്രധാനമന്ത്രിയുടെ അസുഖം എന്താണ് നമുക്ക് എഴുതി ചോദിക്കാൻ പറ്റൂല. ആരാധ്യനായ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് എന്താണ് സൂക്കേട് എഴുതി ചോദിച്ചാല് മറുപടി തരില്ല. പ്രസിഡന്റിന്റെ രോഗവിവരം നമുക്ക് തിരക്കാനുള്ള അധികാരമില്ല. ചൈനയില് ഇന്ത്യ ആക്രമണം നടത്തുകയാണോ ചോദിച്ചാൽ മറുപടി കിട്ടില്ല. CBI അന്വേഷണം, സ്വപ്ന സുരേഷിന്റെ സ്വർണ്ണക്കടത്ത്, അതിന്റെ വിവരം ഏതുവരെയായി ചോദിച്ചാൽ നമുക്ക് വിവരം കിട്ടില്ല. അങ്ങനെ പ്രധാനപ്പെട്ട ചില സംഭവങ്ങൾ ഏതൊക്കെ? ഒന്ന്, സൈന്യബൽ, രണ്ട്, CBI ജാഞ്ച്, മൂന്ന്, വിദേശി സർക്കാരോസെ വിശ്വാസ്, വിദേശ സർക്കാരുമായിട്ടുള്ള ചില ബന്ധങ്ങൾ, പിന്നെ ആദരണീയരായ വ്യക്തികൾ, നമ്മുടെ ആദരണീയരായ വ്യക്തികൾ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, മുഖ്യമന്ത്രിമാര്, ഗവർണർമാര്, വ്യക്തിക്ക് ഉപചാർ, അവരുടെയൊക്കെ അസുഖ വിവരം, അവർ ബീമാരീസേ, രോഗങ്ങളുമായിട്ട്, ജുഡി സൂചനായേ, അവരൊക്കെ അവരുടെ അസുഖങ്ങള് അവര് തന്നെത്താൻ തന്നെ അവര് പറയും. അങ്ങനെ അവര് പറയാമല്ല. നമ്മൾ ചോദിച്ചാൽ അവർ ആൻസർ തരണമെന്നില്ല, ചോദിക്കാനൊട്ട് നിയമവുമില്ല. ജുഡി സൂചനായേ പ്രധാൻ കർണേസെ ഇൻകാർ കിയാ ജാ സക്താ ഹൈ. ഇത്രയാണ് സൂചനാക്ക അധികാർ അധിനിയം എന്ന് പറയുന്ന പാഠഭാഗം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ VIP-കൾ എല്ലാവരുമല്ല, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, സൈന്യ മേധാവികള്, ഇങ്ങനെയുള്ളവർ മാത്രമേ അതിനകത്ത് ഉൾക്കൊള്ളൂ. അല്ലാതെ മറ്റുള്ളവരുടെയൊക്കെ VIP ആണെന്ന് പറയുമെങ്കിലും ദസ്താവേസ്, അർത്ഥം ഡോക്യുമെന്റ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? അതിന്റെ തെളിവ്, ഡോക്യുമെന്റ്, ചില പ്രമാണങ്ങളെന്ന് പറയും. പ്രമാണം, തെളിവ്. ഇനി ഒന്നോട് നോക്കിക്കോളേ. सूचना का अधिकार अधिनियम हर नागरिक को अधिकार देता है. सूचना का अधिकार अधिनियम ഇൻഫർമേഷൻ, വിവരാവകാശം, ചില നിയമങ്ങൾ നമ്മൾ പൗരന്മാർക്ക് ചില അധികാരം തന്നിട്ടുണ്ട്. അത് സർക്കാരിൽ നിന്ന് ഏത് ചോദ്യം വേണോ നമുക്ക് ചോദിക്കാം. അതിന്റെ മറുപടി, തക്കതായ മറുപടി
നമുക്ക് തന്നേ പറ്റൂ. കിസി ബി സർക്കാരി ഏതെങ്കിലും ഒരു ഗവൺമെന്റിന്റെ ഡോക്യുമെന്റ് അവരുടെ തെളിവ് ഈ പ്രമാണിത പ്രതി ഏതെങ്കിലും ഒരു ഡോക്യുമെന്റിന്റെ പ്രമാണിത പ്രതി തെളിവോടുകൂടിയ കോപ്പി ले सके, किसी भी सरकारी दस्तावेज की ഏതെങ്കിലും ഒരു ഗവൺമെന്റിന്റെ ഡോക്യുമെന്റിന്റെ പ്രമാണങ്ങളുടെ ജാഞ്ച് കർ സക്കെ, പരിശോധിക്കാൻ നമുക്ക്. കിസി ബി സർക്കാരി കാമിക്ക് ജാഞ്ച്, ഏതെങ്കിലും ഗവൺമെന്റ് വർക്ക്, റോഡ് നന്നാക്കുന്നു അല്ലെങ്കിൽ റോഡ് നിർമ്മിക്കുന്നു, പാലം നിർമ്മിക്കുന്നു, ഗേൾസ് സ്കൂളിന്റെ ഹൈടെക് ബിൽഡിംഗ് നിർമ്മിച്ചു, നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം എത്ര ലക്ഷം രൂപയായി, ഏതൊക്കെ പണിയാണ് അവിടെ പെൻഡിങ് കിടക്കുന്നത് എന്ന് നമുക്ക് ഉദ്ഘാടനം നടത്താം എന്ന് വിവരാവകാശ നിയമം അനുസരിച്ച് നമ്മൾ എഴുതി ചോദിച്ചാൽ നമുക്കതിന്റെ മറുപടി കിട്ടും. പ്രമാണിത നമൂനെ ലേഖൻ. എന്നാൽ ഈ നിയമത്തിന് അത്ര അണ്ടർലൈൻ ചെയ്ത് കാണാതെ പഠിക്കേണ്ടതാണ്. ഒരിക്കൽ കൂടെ പറയാം, ലേഖൻ ഇസ് നിയമമേ സൈന്യബൽ മിലിറ്ററി ഫോഴ്സ് നമുക്ക് പറഞ്ഞു തരേയില്ല, അത് പറയാൻ ചോദിക്കാനും അവകാശമില്ല. CBI ജാഞ്ച്, CBI अन्वेषण, जारी रखने वाले मामले विदेशी सरकारों से विश्वास के नाते प्राप्त तथा मान्य व्यक्ति को वजह ആദരണീയരായ മാന്യ വ്യക്തി VIP എന്ന് പറയാം നമുക്ക്. VIP മാന്യ വ്യക്തി ഒക്കെ അവരുടെ ഉപചാരം, അവരുടെ ചികിത്സ, ആരെല്ലാം അമേരിക്കയിൽ പോയി ചികിത്സ നടത്തി, എന്താണ് അസുഖം എന്നവരാരും പറയില്ല, പറഞ്ഞു തരാനും പാടില്ല. ഉപചാരം അവർ ബീമാരിസേ, രോഗവുമായി ബന്ധപ്പെട്ട സൂചനയെ പ്രദാൻ കർണേസേ ഇൻകാർ കിയാ ജാ സക്താ ഹൈ. മനസ്സിലായോ? ശ്രദ്ധിച്ച നോട്ട്സ് ഞാൻ കൊടുക്കും, ഒന്നോട് നോക്കിക്കോളും. താഴെ കിടപ്പുണ്ട്. ആം ജനതാ की सुरक्षा तथा भलाई के लिए संसद द्वारा पारित अधिनियम का फायदा उठाने हेतु നമ്മളൊരു കത്ത് മോഡലായിട്ട് പഠിക്കുകയാണ്. നോക്കിക്കോളിൻ ആ കത്ത്. നിങ്ങളവിടെ നിങ്ങളുടെ പേരാക്കിക്കൊള്ളാൻ ടെക്സ്റ്റിലുണ്ട്. കണ്ട, ഇതാണ് നമ്മള് ये हमारा अधिकार है, सूचना का अधिकार अधिनियम 2005 ब्रैकेट 2005 का अधिनियम संख्या 15 ജൂൺ 2005. പ്രത്യേക ലോക പ്രാധികാരി. ഇതാണ് കത്തിന്റെ ഉള്ളടക്കമാണ്. ഇതുപോലെ ആയിരിക്കും എല്ലാ സർക്കാർ ഓഫീസുകളും തൂക്കിയിട്ടിട്ടുണ്ട്. നമുക്കതനുസരിച്ച് നമുക്ക് വിവരങ്ങൾ തിരക്കാം. प्रत्येक लोग प्राधिकारी के कार्यकारण में प्रदर्शित और उत्तरदायित्व के संवर्धन के लिए लोग प्राधिकारियों के नियंत्रणाधीन सूचना तक पहुंच सुनिश्चित करने के लिए नागरिकों की सूचना के अधिकार की व्यावहारिक शासन पद्धति स्थापित करने एक केंद्रीय सूचना आयोग തഥാ രാജ്യ സൂചന ആയോഗ് രണ്ടുമുണ്ട്. കേന്ദ്ര ഗവൺമെന്റിന്റെ ഉണ്ട്, സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഉണ്ട്. राज्य सूचना स्टेट इंफॉर्मेशन आयोग का गठन करने और उनसे संबंधित या उनके आनुषांगिक विषयों का उपबंध कराने के लिए अधिनियम. ഇതാണ് എല്ലാ സർക്കാർ ഓഫീസുകളിലും സൂക്ഷിച്ചിട്ടുള്ള റെക്കോർഡ്. ഭാരത സർക്കാർ രാജപത്ര സാധാരണ ഭാരത ഇന്ത്യ ഗവൺമെന്റിന്റെ രാജപത്ര അടിക്ക് വരയിട്ട് ഇംഗ്ലീഷ് എഴുതിക്കൊള്ളാം. ഗസറ്റ്. രാജപത്രം എന്ന് പറഞ്ഞ അർത്ഥം ഗസറ്റ്. സർക്കാരിന്റെ കാര്യങ്ങള് പണ്ട് ഇൻഫർമേഷൻ ടെക്നോളജി വളരുന്നതിന് മുമ്പ് ഗസറ്റിലൂടെ പ്രസിദ്ധീകരിക്കും. അതാണ് ഗസറ്റ് നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഗസറ്റ് നോട്ടിഫിക്കേഷൻ. രാജപത്ര അസാധാരണ. ഒരു ഗസറ്റിൽ ഇത് പ്രസിദ്ധീകരിക്കുന്നു. ഇനി നമുക്ക് അടുത്തൊരു കത്ത് എഴുതണം. ഇപ്പുറത്തെ പേജ് എടുക്കുന്ന 18ാമത്തെ പേജ് കണ്ടോ? അതില് നിങ്ങളുടെ പേരുകൾ എഴുതി വെച്ചോളാം. സേവാമി സാർവജനിക സൂചനാധികാരി, പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ. അതിന്റെ ഇംഗ്ലീഷ് കൂടെ എഴുതി വെച്ചോളാം. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ, സാർവജനിക് സൂചന അധികാരി. ഒരിക്കൽ കൂടെ, സാർവജനിക് സൂചന അധികാരി. ഇംഗ്ലീഷ് എന്തെഴുതും?
പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ. അതിന്റെ നേരെ ഓപ്പോസിറ്റ് സ്റ്റാമ്പ് കിടക്കുന്നുണ്ട്, 10 രൂപ സ്റ്റാമ്പ്. അപ്പൊ എന്തെങ്കിലും അന്വേഷിക്കണമെങ്കിൽ വെള്ള പേപ്പറിൽ എഴുതിക്കൊണ്ട് കൊടുത്താൽ അവർ കീറുകളയും. പകരം നമ്മൾ എന്ത് ചെയ്യണം? 10 രൂപയുടെ സ്റ്റാമ്പ് ഒട്ടിക്കണം. 10 രൂപയുടെ സ്റ്റാമ്പ്. റോസ്ഗാർ മന്ത്രാലയം. എന്താ റോസ്ഗാർ മന്ത്രാലയം? മിനിസ്ട്രി ഓഫ് എംപ്ലോയ്മെന്റ്. റോസ്ഗാർ എംപ്ലോയ്മെന്റ്. അപ്പൊ റോസ്ഗാർ മന്ത്രാലയം ഇംഗ്ലീഷ് എങ്ങനെ എഴുതും? മിനിസ്ട്രി ഓഫ് എംപ്ലോയി. റോസ്ഗാർ മന്ത്രാലയം. തൊഴിൽ മന്ത്രാലയം. മിനിസ്ട്രി ഓഫ് ലേബർ. മിനിസ്ട്രി ഓഫ് ലേബർ ഇംഗ്ലീഷ് കുറിച്ചോളണം. റോസ്ഗാർ മന്ത്രാലയം, മിനിസ്ട്രി ഓഫ് ലേബർ. ലേബർ ഭാരത സർക്കാർ, സ്റ്റേറ്റ് ഗവൺമെന്റ് അല്ല, കേരള സർക്കാർ അല്ല, തമിഴ്നാട് സർക്കാർ അല്ല, പകരം ഇന്ത്യ ഗവൺമെന്റ്. ഒന്നുകൂടെ നോക്കിക്കോളി. സേവാമി. ആരാണ് സേവാമി? സേവാമി എന്ന് പറഞ്ഞ അർത്ഥം ടു അഡ്രസ് ആണ്. നമ്മൾ അയക്കുകയാണ്, ഞാനോ നിങ്ങളോ അയക്കുകയാണ്, അതുകൊണ്ടാണ് സേവ. ഇനി ആരാണോ കത്ത് അയക്കുന്നത് അവരെ ഇംഗ്ലീഷ് ഹിന്ദിയിൽ എന്തോന്ന് പറയുന്നു? പ്രേക്ഷകർ. അത് തൊട്ടുമോളിൽ കുറിച്ചുള്ള പ്രേക്ഷകർ സമം ഫ്രം. പ്രേക്ഷകർ ഫ്രം. സേവാമേ ടു. സാർവജനിക സൂചനാധികാരി, പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ. ഏത് മിനിസ്ട്രിക്കാണ് കത്തെഴുതുന്നത്? റോസ്ഗാർ. റോസ്ഗാർ മിനിസ്ട്രി ഓഫ് എംപ്ലോയ്മെന്റ് ആണ്. റോസ്ഗാർ ലേബർ ആണ്. തൊഴിൽ മന്ത്രാലയത്തിനാണ് നമ്മൾ അയക്കുന്നത്. റോസ്ഗാർ മിനിസ്റ്റർ ഓഫ് ലേബർ, ഭാരത സർക്കാർ. ആവേദക നാം. കത്തെഴുതുമ്പോ ഇങ്ങനെ വേണം എഴുതാൻ. ഒരു ഇൻഫർമേഷൻ കത്ത് തയ്യാറാക്കാൻ പരീക്ഷയ്ക്ക് ചോദിച്ചാൽ ഇതുപോലെ ആയിരിക്കണം, ഇതുപോലെ ആയിരിക്കണം. ആവേദക നാം. ആവേദക് അർത്ഥം ആപ്ലിക്കന്റ്. അതിനെ കുറിച്ചിട്ടുള്ള ഇംഗ്ലീഷ് ആവേദക്, ആപ്ലിക്കന്റ്. ആവേദക നാം ഹരിതായം. അവിടെ ഇരിക്കുന്ന നിങ്ങളുടെ പേര് എഴുതിക്കൊള്ളണം. ബിന്ദു എന്നോ നിഷി എന്നോ ഏത് വേണോ നിങ്ങൾക്ക് എഴുതിക്കോളാം. എന്ത് വേണോ എഴുതിക്കോളാം. നിങ്ങളുടെ പേരെഴുതാൻ രാമനെന്നോ കൃഷ്ണനെന്നോ ഏത് വേണോ എഴുതാം. സാർവജനിക ഹരിതായം. രണ്ടാമത്തത് ഡാക്ക് കാ പൂജാഫല. പോസ്റ്റ് ആൻഡ് പൂർണ്ണമായ അഡ്രസ്. ഹരിതം ശാന്തിനഗർ, തിരുവനന്തപുരം. ഇത് തിരുവനന്തപുരത്ത് നിന്നാണ് എഴുതുന്നത്. ഹരിതം ശാന്തിനഗർ. മലയാളത്തിലെ ഗസറ്റ് എന്ന് പറഞ്ഞാൽ സർക്കാരിന്റെ, ഗവൺമെന്റിന്റെ നോട്ടിഫിക്കേഷൻ, സൂചനകള് പബ്ലിക്കിനെ, പൊതുജനങ്ങളെ അറിയിക്കുന്നതിനുള്ള ഒരു ഉപാധി. പത്രത്തിലൊക്കെ പരസ്യം വരുന്നത് പോലെ സർക്കാരിന്റെ കാര്യങ്ങള് ഗസറ്റിലൂടെ പ്രസിദ്ധീകരിക്കും. ഗസറ്റ് എന്ന് പറഞ്ഞാലും മലയാളം തന്നെ, ഇംഗ്ലീഷും ഗസറ്റ് തന്നെ. അതായത് സർക്കാരിന്റെ ചില തീരുമാനങ്ങളുണ്ട്. ഉദാഹരണത്തിന് PSC ആപ്ലിക്കേഷൻ വിളിക്കുന്നു, ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, നമ്മളെ പേര് മാറ്റണം. ഇപ്പൊ എന്റെ പേര് സുരേന്ദ്രൻ എന്നാണ്, അത് മാറ്റിയിട്ട് നരേന്ദ്രൻ എന്നാക്കണം. ആക്കണമെങ്കിൽ ഞാൻ ഗസറ്റിൽ പരസ്യം ചെയ്യണം. സർക്കാരിന്റെ തീരുമാനങ്ങള് കാലാകാലങ്ങളില് പബ്ലിക്കിനെ, പൊതുജനത്തെ അറിയിക്കാൻ വേണ്ടിയുള്ള ഒരു മാസത്തില് 2 ഗസറ്റാണ് പ്രസിദ്ധീകരിക്കുന്നത്. 15 ദിവസത്തിൽ ഒരിക്കൽ 2 ഗസറ്റ് പ്രസിദ്ധീകരിക്കും. അതിലാണ് ഈ വിവരങ്ങളോട്. ഇപ്പൊ ഗസറ്റൊക്കെ മാറി, പകരം ഇപ്പോ ടെക്നോളജി വളർന്നപ്പോ ഇൻഫർമേഷനിലൂടെ അല്ലെങ്കിൽ മറ്റ് ഒരുപാട് ഉപാധികളുണ്ട്. പോട്ട്. ഹരിതം ശാന്തിനഗർ, തിരുവനന്തപുരം. സൂചനാ കാ വിഷയം എന്താണ് നമുക്ക് അറിയേണ്ടത്? ബാലശ്രം കോ രോക്കിനെ കേലിയേ. എന്താണ് ബാലശ്രം? ബാലവേല, ചൈൽഡ് ലേബർ. ബാലവേല 10ാം ക്ലാസ്സിൽ പഠിച്ചു. ബാലവേല, ബാലശ്രം കോ രോക്കിനെ കേലിയേ, തടയുന്നതിന് വേണ്ടി റോസ്ഗാർ മന്ത്രാലയ, മിനിസ്ട്രി ഓഫ് ലേബർ, മിനിസ്ട്രി ഓഫ് ലേബർ, റോസ്ഗാർ മന്ത്രാലയ. റോസ്ഗാർ മന്ത്രാലയ നോട്ട് ചെയ്തല്ലോ. മിനിസ്ട്രി ഓഫ് ലേബർ ദ്വാരാ की गई
കാർവായിയാണ്. കാർവായി ആക്ഷൻ സേ സംബന്ധിത്, അതുമായി ബന്ധപ്പെട്ടത്. അടുത്ത मांगी गई सूचना का विवरण. मांगी गई सूचना का विवरण क्या भारत में बाल श्रम पर कानूनी रोक गए. ഭാരതത്തില് ബാലവേല നിരോധിച്ചിട്ടുണ്ടോ? उണ്ടെങ്കിൽ बालश्रम रोकने और उसके खिलाफ समाज को सचेत करने के कौन कौन से प्रावधान है. ये बालश्रम ബാലവേല നിരോധിച്ചിട്ടുണ്ടെങ്കിൽ അതിനെതിരെ ആരെങ്കിലും ബാലവേല ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ എന്തെല്ലാം ഏർപ്പാടുകളുണ്ട് അതിനെ നിയന്ത്രിക്കാൻ. 2 മന്ത്രാലയ ദ്വാരാ റോസ്ഗാർ ജഗഹോമി, ഈ മിനിസ്ട്രിയിലൂടെ റോസ്ഗാർ ജഗഹുകളില് ലേബർ സ്ഥാപനങ്ങളില് തൊഴിലിടങ്ങൾ, റോസ്ഗാർ ജഗഹ് മലയാളത്തില് തൊഴിൽ ഇടം, തൊഴിലിടങ്ങളില് സൂചനാപട്, നോട്ടീസ് ബോർഡ്, അതും അടിക്ക് വരേറ്റോളം. सूचनापढ़, नोटिस बोर्ड लगवाने की कौन कौन सी कार्रवाई ली गई है. नोटिस बोर्ड കണ്ടിട്ടുണ്ട്, സ്കൂളിലൊക്കെ നോട്ടീസ് ബോർഡ് ഇട്ടിട്ടുണ്ട്. അടുത്ത 3 बालश्रम के बारे में पता चलने पर किस कार्यालय में सूचना देनी गए. ഏത് ഓഫീസിലാണ് സൂചന തന്നിട്ടുള്ളത്. कार्यालय का दूरभाष, ഈ ഓഫീസിന്റെ ദൂർഭാഷ് ടെലഫോൺ, അത് പഠിക്ക് വരേറ്റോളം. ദൂർഭാഷ് ടെലഫോൺ എഴുതിക്കോളാം. ടെലഫോൺ ഉപലബ്ധ കരാ सकते हैं. ഓഫീസിന് ആ ടെലഫോൺ നമ്പർ ഉണ്ടോ? बालश्रम के लिए, ബാലവേലയ്ക്ക് വേണ്ടി പ്രേരിത करने वालों को, ബാലവേല പ്രേരിപ്പിക്കുന്ന പ്രോത്സാഹിപ്പിക്കുന്നവർ മിലാനെ വാലെ അധികം ദണ്ഡ് ക്യാ ഹെ. ബാലവേല ചെയ്യിക്കുന്നവർക്ക് എന്താണ് ശിക്ഷ? ബാലവേല ചെയ്യിച്ചാൽ തൊഴിലുടമസ്ഥർക്ക് എന്ത് ശിക്ഷയാണ് കൊടുക്കുന്നത്? അടുത്ത സൂചന ടാക്കിയ രസീന്, ഈ ഇൻഫർമേഷൻ ഞങ്ങൾക്ക് കത്തല്ലെങ്കിൽ പോസ്റ്റ് അല്ലെങ്കിൽ കയ്യിലൂടെ ഞങ്ങൾക്ക് തരണം. ഡാക്ക് ദ്വാര, കത്തിലൂടെ തരുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. അത് കഴിഞ്ഞിട്ട് ആപ്ലിക്കന്റ് എഴുതിയിരിക്കുന്ന ആവേദകൻ ഹസ്താക്ഷർ അത് നിങ്ങൾ എഴുതി ചേർത്തോളാം. ഹരിതായം, ഹരിതം, ശാന്തിനഗർ, തിരുവനന്തപുരം. ഇപ്പുറത്തെ സൈഡില് പ്ലേസും ഡേറ്റും. മനസ്സിലായല്ലോ? ആ കത്ത് സംശയം ഉണ്ടാക്കത്ത് ഉണ്ടെങ്കിൽ പറയണം. അത് എഴുതി പഠിച്ചോളാം, വർക്ക് ചെയ്ത് പഠിച്ചോളാം. അടുത്ത് അതുമായി ബന്ധപ്പെട്ട ഒന്നുകൂടെ പത്രിക ആധാർ पर लिखे भेजने वाला पाने वाला. ഈ കത്തിനെ അടിസ്ഥാനമാക്കി നിങ്ങളൊന്ന് തയ്യാറാക്കണം. എന്താണ് നിങ്ങൾ തയ്യാറാക്കുന്ന? 1 भेजने वाला, അയക്കുന്നയാള്. ആരാണ് കത്ത് അയക്കുന്നത്? ഹരിതായം, അവിടെ എഴുതി ചേർക്കണം. പുസ്തകത്തിലുണ്ട്, കോളം വെറുതെ ഇട്ടിട്ടുണ്ട്. ഹരിതായം. പാനേവാല റോസ്ഗാർ മന്ത്രാലയ, പാനേവാല റോസ്ഗാർ മന്ത്രാലയ. കണ്ട? മനസ്സിലായ? എഴുതിക്കോണം. റോസ്ഗാർ മന്ത്രാലയ. ദിനാങ്ക് 13/7/2014. പത്ര കണ്ടല്ലോ. സ്ഥാൻ തിരുവനന്തപുരം. പത്ര വിഷയന്റെ താഴെ എന്തായിരിക്കും സബ്ജക്ട്? बालश्रम को रोकने के लिए रोजगार मंत्रालय द्वारा की गई कार्रवाइयों से संबंधित കണ്ട? बालश्रम को रोकने के लिए रोजगार मंत्रालय द्वारा की गई कार्रवाइयों से संबंधित. ഒരിക്കൽ കൂടെ എന്താണ് സബ്ജക്ട്? വിഷയം എന്താണ്? ബാലശ്രം കോ, ബാലവേല തടയുന്നതിന് വേണ്ടി ലേബർ മിനിസ്ട്രി എന്തൊക്കെയാണ് നടപടിക്രമങ്ങള് ചെയ്തിട്ടുള്ളത്? ഒരിക്കൽ കൂടെ പറയാം. മൈക്കോളിൻ ഭേജിനെ വാല കിടക്കുന്ന കണ്ടല്ലോ. ആരാണ് കത്തയക്കുന്നത്? ഹരിതായം. കിട്ടുന്നത് ആർക്ക്? റോസ്ഗാർ മന്ത്രാലയം. കിട്ടുന്നത് റോസ്ഗാർ മന്ത്രാലയത്തിന്. ഡേറ്റ് വെച്ചോ? ദിനാങ്ക് കിടക്കുന്നുണ്ടോ? അവിടെ 13/7/2014. അതൊന്നും വെക്കരുത്, നമ്മൾ ഇന്നത്തെ ഡേറ്റ് വെച്ചോളാം. പത്ര സ്ഥാൻ വെച്ചു തിരുവനന്തപുരം. പത്രം എങ്ങനെ വിടർന്ന് നിൽക്കുകയാണ് ആ ഒരു കത്തിൽ വരുന്നത്? 1 ഭേജിനേവാല, 2 പാനേവാല, 3 ഡേറ്റ്, 4 സ്ഥാന്, 5 വിഷയം. അപ്പൊ ഒരു കത്തിന് എത്ര സബ്ജക്ട് വേണം? 5 വേണം. 1 അയക്കുന്നയാള്, 2 കിട്ടുന്നയാള്,
3 അയക്കുന്ന തീയതി, 4 ഏത് സ്ഥലത്തു നിന്നാണ് അയക്കുന്നത്, 5 सब्जेक्ट ആണ് बाल श्रम को रोकने के लिए रोजगार मंत्रालय द्वारा की गई कार्रवाई से संबंधित ഒരിക്കൽ കൂടെ പറയാം, കേട്ടോളൂ. കത്ത് തയ്യാറാക്കുമ്പോൾ 5 കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. 1, ഷേജിനേവാല, ആരാണോ കത്തയക്കുന്നത് അവരുടെ പേര്, ഇവിടെ അയക്കുന്നത് ഹരിത. 2, പാനേവാല, ആർക്കാണ് ഈ കത്ത് കിട്ടേണ്ടത്, റോസ്ഗാർ മന്ത്രാലയം, ലേബർ മിനിസ്ട്രി ഫോർ ലേബർ. അടുത്ത് തീയതി വെക്കണം, ദിനാങ്ക്. അടുത്ത് സ്ഥാൻ, പ്ലേസ് വെച്ചു. പിന്നെ സബ്ജക്ട് ബാലശ്രം കോ രോക്കനെ കെ ലിയേ, ബാലവേല തടയുന്നതിന് रोजगार मंत्रालय द्वारा की गई कार्रवाई से संबंधित. इत्र एഴുതി. അടുത്ത सरकारी उच्च मध्य माध्यमिक स्कूल चित्तारपरंभ में लगभग 3000 छात्र अध्ययन कर रहे हैं. ഇതൊരു നോട്ടീസാണ്, നമ്മൾ പഠിക്കേണ്ടതാണ്. പാഠകനാമ പഠേ, ഇതൊരു നോട്ടീസാണ്. കത്ത് തീർന്നു. ഇതിലൂടെ വായിക്കുമ്പോൾ പഠിപ്പിക്കുമ്പോൾ അതും കൂടെ തീരും. സർക്കാരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, ഉച്ച മാധ്യമിക് സ്കൂൾ എവിടെയാണ്, ചിത്താരിപ്പറമ്പമേ ലഘുഭഗ 3000 ഛാത്ര, ഏകദേശം 3000 പിള്ളേർ പഠിക്കുന്നുണ്ട് നമ്മളെ ഗേൾസ് സ്കൂൾ പോലെ. ശഹർക്കി വിഭിന്ന ജഗഹോं से आते हैं, പട്ടണത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്നാണ് ആ കുട്ടികൾ വരുന്നത്. അധികാംശ ഛാത്ര ബസ് കാ സഹാര ലേത്ത, കൂടുതൽ കുട്ടികൾ വരുന്നത് ബസ്സിലൂടെയാണ്. ബസ് കം ഹോനെ കി വജഹ സേ, ബസ് വളരെ കുറവായതുകൊണ്ട്, ചിറ്റാരപ്പറമ്പിൽ നിന്ന് ബസ് വളരെ കുറവാണ്. വജഹ സേ ഛാത്രോं को बड़ी परेशानी होती है, കുട്ടികൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട്. പരേശാനി होती है, വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. അധികാരിയോගේ സാമനെ, അധികാരിയുടെ മുമ്പില് കൈ ബാലക സമസ്യ ലായി ഗൈ, പല പ്രശ്നങ്ങളിൽ അവതരിപ്പിച്ചു. ലായി ഗൈ പർ കോയി ഭയദാന കി ഹുവാ, യാതൊരു പ്രയോജനവും ഉണ്ടായില്ല. ജൽദി കി ജൽദ്, വളരെ പെട്ടെന്ന്. ഇസ് പർ, ഇതില് കാര്യമായി കർണയ്ക്ക് സരൂരത്തെ ആക്ഷൻ എടുക്കണം. കാരണം ചിറ്റാരിപ്പറമ്പിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികള് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. അവരൊക്കെ സമയത്തിന് ബസ്സില്ല. നിങ്ങൾ വേങ്കവിളയെന്നോ അല്ലെങ്കിൽ അരശുപറമ്പെന്നോ അല്ലെങ്കിൽ കരകുളമെന്നോ ഏതെങ്കിലും ഒരു സ്ഥലം വെച്ച് നിങ്ങൾ എഴുതുന്നു, ഞങ്ങൾ പഠിക്കുന്നത് ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്, ഞങ്ങൾക്ക് കൃത്യമായിട്ട് സ്കൂളിലെത്താൻ ബസ് സൗകര്യങ്ങളില്ല, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു ബസ് സർവീസ് ഏർപ്പാടാക്കി തരണമെന്നൊരു കത്തായിട്ടാണ് ഈ കത്ത് എഴുതേണ്ടത്. ആർക്കാണ് കൊടുക്കേണ്ടത്? ഒരു പത്രാധിപർക്കാണ് കൊടുക്കേണ്ടത്. ജൽദി കി ജൽദ ഇസ് പർ കാർവായി കർണേ കി സരൂരത്ത് ഹൈ. പറയുന്നത്, കത്ത് എഴുതുന്നവര് രാജേഷ് കുമാർ, സദസ്യ അധ്യാപക അഭിഭാവക സംഘ്. അടിക്ക് വരെയൊക്കെ എഴുതിക്കൊള്ളാം. PTA കമ്മിറ്റി, അധ്യാപക അഭിഭാവക. എന്തായാലും നമ്മള് PTA കമ്മിറ്റി. അപ്പൊ PTA കമ്മിറ്റിയുടെ അംഗമായ രാജേഷ് കുമാർ എന്ത് തയ്യാറാക്കുന്നു? ഒരു പാഠകനാമ, ലെറ്റർ ടു ദി എഡിറ്റർ. പാഠകനാമ, ലെറ്റർ ടു ദി എഡിറ്റർ. ഏതോ പത്രത്തിലെ ഏതോ ഒരു എഡിറ്റർക്ക് ഈ കത്ത് എഴുതുന്നു. ആരാണ് കത്ത് എഴുതുന്നത്? ശ്രീമാൻ രാജേഷ് കുമാർ. അദ്ദേഹം ആരാണ്? സദസ്യ, മെമ്പറാണ്. ഏതിന്റെ? അധ്യാപക അഭിഭാവക സംഘ്, PTA കമ്മിറ്റിയുടെ അംഗമാണ്. അദ്ദേഹം എന്താണ് എഴുതിയത്? സർക്കാരി ഉച്ച മാധ്യമിക് സ്കൂള്, ഹയർ സെക്കൻഡറി സ്കൂള് ചിറ്റാരപ്പരമ്പമേ ഏകദേശം 3000 ഛാത്ര, 3000-ഓളം പിള്ളേര് അധ്യയൻ കരകെ പഠിക്കുന്നു. വേ ശഹർക്കെ വിഭിന്ന ജഗഹോं से आते हैं, പട്ടണത്തിന്റെ വ്യത്യസ്ത പ്രദേശങ്ങളിൽ നിന്നാണ് അവർ വരുന്നത്. വേ ശഹർക്കെ വിഭിന്ന ജഗഹോं से आते हैं. അധികാംശ ഛാത്ര, ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികള്, അധികാംശ ഛാത്ര ബസ് കാ സഹാര ലേത്താ ഹൈ. എന്തിനാണ് ആശ്രയിക്കുന്നത്? ബസ്സിലൂടെയാണ്. സ്കൂൾ ബസ് ഇല്ല, അവർ ബസ്സിലൂടെയാണ് വരുന്നത്. ബസ് കം ഹോനെ കി വജഹ സേ, ബസ് വളരെ കുറവായ കാരണത്താൽ ഛാത്രോं को बड़ी परेशानी होती है, കുട്ടികൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്നു. അധികാരിയോගේ സാമനെ, അധികാരികൾക്ക് മുമ്പില് കൈ ബാർ, പലതവണ സമസ്യ,
ഈ പ്രശ്നം एक समस्या लाई गई पर कोई फायदा नहीं हुआ യാതൊരു പ്രയോജനം ഉണ്ടാകുന്നില്ല ജൽദി ഹി ജൽദ് വളരെ പെട്ടെന്ന് ജൽദി ഹി ജൽദ് ഇസ് പർ കാർവായി കർണേക്ക് സെലൂരത്തുക ഞങ്ങളെ കുട്ടികളെ കൃത്യമായിട്ട് സ്കൂളിൽ എത്തിക്കുവാനുള്ള ഏതെങ്കിലും ഒരു ഏർപ്പാട് ചെയ്യിക്കണം അതിന് താങ്കൾ ഞാൻ ഈ അയച്ചു തരുന്ന കത്ത് ഏതെങ്കിലുമൊക്കെ പത്രത്തില് എന്ത് ചെയ്യുക പാഠകനാമയാക്കണം ലെറ്റർ ടു ദി എഡിറ്ററാക്കി മാറ്റണം അത് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ അതുപോലെ നിങ്ങൾ ഒരു കത്ത് തയ്യാറാക്കുന്ന പാഠക നാമൊക്കെ വിഷയ पर क्या कार्रवाई की गई उसकी जानकारी पाने के लिए സാർവജനിക സൂചനാധികാരി കത്തിന് എന്തൊക്കെ ഏർപ്പാടാക്കി എന്ന് ഒരു സൂചനാധികാരി ജില്ലാ സടക്ക് പരിവഹൻ കാര്യാലയം ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസർ സടക്ക് എന്നുള്ളത് മാറ്റിയിട്ട് ജില്ലാ പരിവഹൻ കാര്യാലയം കണ്ണൂർ के नाम एक സൂചനാധികാർ പത്ര തയ്യാർ करे ഇത്രയും നിങ്ങൾ തയ്യാറാക്കി എടുക്കണം ഇതാണ് നമ്മളെ പാഠഭാഗം ഇനി ഈ യൂണിറ്റിലെ ഒരു പാഠം കൂടെയുള്ള അപ്പൊ ഓണപരീക്ഷയ്ക്കുള്ള പാഠം ഒന്നുകൂടെ കൊണ്ട് തീരും വിഷ്വൽ ഒന്നും ക്ലിയർ അല്ല എന്ന് പറയുന്നത് വിഷ്വൽ ക്ലിയർ അല്ല ക്ലിയർ ആയ അപ്പോ എല്ലാം മനസ്സിലായി കാണുമല്ലോ ബാക്കി പറയാനുള്ളത് സാറ് വന്ന് പറയും